Hi all, next we can discuss DMA. നമ്മൾ ഇനി DMA ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താണ് DMA എന്ന് നോക്കാം. ഓക്കെ. In direct memory access, CPU is idle and peripheral devices manage the memory buses directly. നോർമലി എങ്ങനെ എത്രയും കാലം നമ്മൾ പഠിച്ചിരുന്നത് പെരിഫറൽ ഡിവൈസസ് ഒരു ഇൻ്റർഫേസ് ത്രൂ നമ്മുടെ CPU ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഈ CPU എന്ത് ചെയ്യും, മെമ്മറി പോയിട്ട് മെമ്മറിയിൽ നിന്ന് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ പെരിഫറൽസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണല്ലോ ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ CPU ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റോൾ ഇങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് CPU ഇവരെ ഫ്രീ ആക്കി വിടും. പെരിഫറൽസിന് ഡയറക്റ്റായിട്ട് നമ്മുടെ മെമ്മറി ആയിട്ട് ഇൻറ്ററാക്റ്റുള്ള ചാൻസ് കൊടുക്കും. അവർക്ക് ഡയറക്റ്റായിട്ട് റീഡും റൈറ്റൊക്കെ പോസിബിൾ ആക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്, DMA കൺട്രോളർ. It takes over the buses to manage the transfer directly between IO devices and memory. ഡിവൈസസും മെമ്മറിയും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ കൺട്രോളറാണ് ആ റോൾ ഏറ്റെടുക്കുക. ബസ്സസിന് പ്രൊവൈഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മാനേജറായിട്ടാണ് നമ്മളുടെ DMA കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. കാരണം CPU റോൾ കുറയാണ്, അപ്പോൾ അനുസരിച്ച് വേറൊരു മാനേജർ നമ്മളവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. DMA ട്രാൻസ്ഫർ ഈസ് ഡൺ ഇൻ 2 ways. DMA ട്രാൻസ്ഫർ 2 വേസിൽ നടത്താം. ഒന്ന് ബേസ്റ്റ് ട്രാൻസ്ഫർ, ദെൻ സൈക്കിൾ സ്റ്റീലിംഗ്. ബേസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ a block of memory words is transferred in continuous burst at a time used in fast devices like magnetic disk. ഈ ബേസ്റ്റ് ട്രാൻസ്ഫർ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഡിസ്ക് പോലത്തെ ഫാസ്റ്റ് ഡിവൈസസിലാണ്. കാരണം അറ്റ് എ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ബേസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് വേർഡ്സിനെ പിടിച്ചിട്ട് ഒരു ടൈമിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സൈക്കിൾ സ്റ്റീലിംഗ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ കീബോർഡ് പോലെയുള്ള സ്ലോ ആയിട്ടുള്ള ഡിവൈസസിന് വേണ്ടിയിട്ടാണ്. കാരണം കീബോർഡ് നമുക്കറിയാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് കുറേ വെയിറ്റ് ചെയ്ത് അടുത്ത ക്ലിക്ക് എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ CPU അത് ഫീൽ ചെയ്യുക അങ്ങനെയാണ്. കാരണം അത് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ തമ്മിൽ സ്പീഡ് തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈക്കിൾ സ്റ്റീലിങ്ങിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ DMA control transfers one data word at a time after which it returns control of the buses to the CPU. സൈക്കിൾ സ്റ്റീലിങ്ങിൽ നമ്മൾ ഒരിക്കലും ബ്ലോക്ക് ഓഫ് വേർഡ്സ് കൊടുക്കില്ല, പകരം ഒരു വേർഡിനെ അറ്റ് എ ടൈമിൽ പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് CPU വീണ്ടും അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് ടൈമിൽ എപ്പോഴാണ് ഇവർക്ക് ആക്സസ് ചെയ്യേണ്ടത് അപ്പോൾ വീണ്ടും ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കും. എന്നിട്ട് വീണ്ടും അത് എക്സിക്യൂഷൻ. അങ്ങനെയാണ് സൈക്കിൾ സ്റ്റീലിങ്ങിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ CPU ഒരു സൈക്കിൾ മാത്രമേ ഇവർക്കൊന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അവർക്ക് എന്തോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും CPU അതിൻ്റെ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ബേസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ ബ്ലോക്ക് ഓഫ് വേർഡ്സിന് ഒന്നായിട്ട് ഒരുമിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. കാരണം എന്താണ്, അതായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ 2 രീതിയിലാണ് DMA ട്രാൻസ്ഫർ ഉള്ളത്. ഓക്കെ, ഇതിന് എങ്ങനെയാണ് DMAയിൽ വർക്കിംഗ് നടക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് DMA കൺട്രോളിൻ്റെ ഫിഗറാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ DMAൻ്റെ മാനേജർ. അപ്പോൾ ഈ മാനേജറാണ് CPU പോയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. ആദ്യം ഒരു ബസ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ CPU എന്ത് ചെയ്യും, എന്തിനാണ് ബസ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, നമുക്ക് ഡയറക്റ്റ്ലി മെമ്മറി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ CPU എന്ത് ചെയ്യും, അതിൻ്റെ അഡ്രസ് ബസ്, ഡാറ്റ ബസ്, റീഡ് റൈറ്റ് ആയിട്ടുള്ള കൺട്രോൾ ലൈൻസ് അതൊക്കെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഹൈ ഇമ്പിഡൻസ് ആക്കി മാറ്റും. എന്നിട്ട് നമ്മളുടെ CPU എന്ത് ചെയ്യും, BG എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാൻഡിൻ്റെ സിഗ്നൽ അങ്ങ് ആക്റ്റീവ് ആക്കി കൊടുക്കും. അതായത് ഇതിന് പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു അക്നോളജ്മെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കും. നോക്കാം എന്തൊക്കെയാണെന്ന്. DMA controller uses the bus request input to request the CPU to relinquish the control of the buses. ഈ ബസ്സസിൻ്റെ ഒക്കെ അഡ്രസ് ബസ്സിൻ്റെയും ഡാറ്റാബേസിൻ്റെയും റീഡിൻ്റെ റൈറ്റിൻ്റെ ഒക്കെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ DMA ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യും. അതാണ് ബസ് റിക്വസ്റ്റ്. അപ്പോൾ ഈ റിക്വസ്റ്റൊക്കെ ആർക്ക് കിട്ടും, DMAക്ക് കിട്ടണം. ഓക്കെ, എന്നാൽ ഇതിന് ഡയറക്റ്റായിട്ട് പെരിഫറൽസിനൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ CPU തന്നെ വേണ്ട ഇൻട്രാക്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ലൈസൻസൊക്കെ കിട്ടണം ഇവരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള. അപ്പോൾ CPU എന്ത് ചെയ്യുന്നത്, CPU terminates the execution of current instruction and places the address bus, data bus, read or write lines into the high impedance like open circuit. നമ്മളുടെ ഈ അഡ്രസ് ബസ്സിനെ, ഡാറ്റാ ബസ്സിനെ, റീഡിന് റൈറ്റിനൊക്കെ എന്ത് ചെയ്യും, ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലാക്കി മാറ്റും. ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെയാക്കി മാറ്റും. അതായത് നമുക്ക് DMAക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റും. അപ്പോൾ CPU അത് ഡിസേബിൾ ആക്കും. കാരണം CPU പിന്നെ അത് അപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ BG അതിന് എക്സ്ട്രാ പറയാനുള്ളത്. കാരണം ഈ ലൈൻസ് അതാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ ഫിഗറിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ലൈൻസിൽ പറയുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റീഡ് ചെയ്തിട്ട് പറയാം. CPU activates bus grant signal to inform the DMA that buses are available. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം റിക്വസ്റ്റ് പാസ് ചെയ്തു. അപ്പോൾ CPU ഇതൊക്കെ എന്ത് ചെയ്തു, ഹൈ ഇമ്പിഡൻസിലാക്കി കൊടുത്തു, ഓപ്പൺ സർക്യൂട്ട് ആക്കി കൊടുത്തു. അപ്പോൾ CPU ഡിസേബിൾ ചെയ്യും. കാരണം CPU പിന്നെ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര് യൂസ് ചെയ്യും, നമ്മുടെ DMA യൂസ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ ഇവർക്ക് അവൈലബിൾ ആക്കി കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CPU ഒരു ബസ് ഗ്രാൻഡ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, അക്നോളജ്മെൻറ്റ്. കാരണം ഞാൻ ഇതൊക്കെ റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ. DMA takes control of buses and perform memory transfer. അപ്പോൾ പിന്നെ DMA ആണ് ആരാണ് അതിൻ്റെ
മെയിനായിട്ടുള്ള ആൾ എല്ലാം പെർഫോം ചെയ്യാനും എല്ലാം മാനേജ് ചെയ്യാനൊക്കെ DMA അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും. When DMA terminates its disable BR signal, CPU disables BG signal and return its normal operation. അപ്പോൾ DMAൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ DMA എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. BR സിഗ്നലിനെ ഡിസേബിൾ ആക്കി മാറ്റും. അപ്പോൾ CPU എന്ത് ചെയ്യും, അതിൻ്റെ BG സിഗ്നലിനെയും ഡിസേബിൾ ആക്കി മാറ്റും. എന്നാൽ പിന്നെ അവർക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻ വെച്ച് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ CPU അതിൻ്റെ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, അത് നമ്മൾ ആ റിലേഷൻ കട്ട് ചെയ്തു. ഇനി പറയുന്നത് നമ്മളുടെ DMA കൺട്രോളിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ CPU ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് അതിൻ്റെ ഒരു എന്താണ്, ഹൈ ലെവലിലുള്ള ഇൻറ്ററാക്ഷനാണ്. ഇനി അതിൻ്റെ ലോവർ ലെവലിലേക്ക് വരുമ്പോൾ, അതായത് അതിൻ്റെ DMA കൺട്രോളിനകത്തേക്ക് വരുമ്പോൾ എന്താണ് നടക്കുന്നത് നോക്കാം. ഇതാണ് അതിൻ്റെ ഫിഗർ. DMA കൺട്രോളിൻ്റെ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ചൊക്കെ ഒരു കിട്ടുന്നുണ്ടല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയ ഇതാണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കാം. DMA കൺട്രോളറാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. DMA കൺട്രോളർ ഹാസ് 3 രജിസ്റ്റർ. DMAക്ക് അകത്ത് 3 രജിസ്റ്റേഴ്സ് ഉണ്ട്. അഡ്രസ് രജിസ്റ്റർ, വേർഡ് കൗണ്ടർ രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ. ഇതാണ് അഡ്രസ് രജിസ്റ്റർ, വേർഡ് കൗണ്ടർ രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ. ഞാൻ പറയുന്ന സ്പീഡ് കൂടി പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. സോറി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ വീണ്ടും പറയാം. കാരണം ഒരുപാട് വീഡിയോസ് എല്ലാവരുടെ ഇതും തീർത്ത് കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അറിയാതെ സ്പീഡായി പോകുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. എനിവേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാം കേട്ടോ, ഞാൻ സോൾവ് ചെയ്ത് തരാം. അപ്പോൾ അഡ്രസ് രജിസ്റ്ററാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വേർഡ് കൗണ്ട് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ. അഡ്രസ് രജിസ്റ്ററിൽ എന്താ ഉള്ളത്, അഡ്രസ് സ്പെസിഫൈ ഡിസൈഡ് ലൊക്കേഷൻ, ഏത് ലൊക്കേഷൻ നമുക്ക് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ് രജിസ്റ്ററാണ്. വേർഡ് കൗണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ദ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ്, നമുക്ക് എത്ര വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് വേർഡ് കൗണ്ടർ രജിസ്റ്ററാണ്. ദെൻ കൺട്രോൾ രജിസ്റ്റർ, ഇതാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ, അതായത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ. കാരണം ഇവിടെയും മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന വേർഡ് യൂസ് ചെയ്ത് എന്തിനാണ്, റീഡിങ്ങിനാണോ റൈറ്റിങ്ങിനാണോ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡ്രസ്സ് രജിസ്റ്റർ, വേർഡ് കൗണ്ട് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ. ഇതിനകത്ത് പിന്നെ ഒരു ഇൻറ്റേർണൽ ബസ് ഉണ്ട്. ഇൻറ്റേർണൽ ബസ് ത്രൂ ആണ് ഇവർ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ബസ് ബഫർ ഉണ്ട്, അഡ്രസ് ബസ് ബഫർ ഉണ്ട്, പിന്നെ ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്. ഇതിനകത്തൊരു DMA സെലക്ട്, രജിസ്റ്റർ സെലക്ട് എന്ന് കുറേ ഇൻപുട്ട് ഉണ്ട്. പിന്നെ റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ബസ് റിക്വസ്റ്റ്, നമ്മൾ പാസ് ചെയ്യാറില്ലേ ബസ് റിക്വസ്റ്റ് CPU-നായിട്ട്, അതാണിത്. CPU തിരിച്ച് തരുന്ന ബസ് ഗ്രാൻഡാണിത്. പിന്നെ ഇൻറ്ററപ്റ്റ് പറഞ്ഞിട്ടൊരു സിഗ്നൽ ഉണ്ട്. ഇൻറ്ററപ്റ്റ് എന്തിനാ വെച്ചാൽ CPU-നെ ഇൻഫോം ചെയ്യണം. ലാസ്റ്റ് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പറയണം ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റാണിത്. പിന്നെ ഇവിടെ DMA റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ DMA അക്നോളജ്മെൻറ്റ്. ഇത് IO ഡിവൈസസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ റിക്വസ്റ്റും അക്നോളജ്മെൻറ്റും വെച്ചിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് DMAൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, 3 രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. Then registers are selected by the CPU by enabling DMA select and register select input. ഈ രജിസ്റ്റേഴ്സിനൊക്കെ CPU സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ DMA സെലക്റ്റും രജിസ്റ്റർ സെലക്ട് പറഞ്ഞിട്ടുള്ള ഈ സിഗ്നൽസിനൊക്കെ എനാബിൾ ചെയ്തിട്ടാണ് രജിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് രജിസ്റ്ററാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ് DMA സെലക്റ്റും രജിസ്റ്റർ സെലക്റ്റും വെച്ചിട്ട്. When BG equal to 0, CPU is communicating with the registers. BG 0 ആയാൽ CPU ആണ് രജിസ്റ്റേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം BG പറഞ്ഞാൽ എന്താ, ബസ് ഗ്രാൻഡ്. ബസ് ഗ്രാൻഡ് 0 ആണെങ്കിൽ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതല്ല അവരത് എനാബിൾ ആക്കുമ്പോൾ BG 1 ആക്കുമ്പോൾ DMA മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ BG 0 മീൻസ് എന്താണ്, അവർ ഗ്രാൻഡ് ചെയ്തിട്ടില്ല, പെർമിഷൻ കൊടുത്തിട്ടില്ല. BG 1 ആകുമ്പോൾ പെർമിഷൻ കൊടുത്തു. അപ്പോൾ DMA ഡയറക്റ്റായിട്ട് നമ്മളുടെ പെരിഫറൽസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. ഇതാണ് അത് ഞാൻ എന്താ വെച്ചാൽ ഈ ഫിഗർ തന്നെയാണ് ഈ ഫിഗർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇനി ബുക്കിൽ വരച്ച് വെക്കുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ഇല്ല തോന്നുകയാണ്, കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മിസ്സേ എന്നൊക്കെ പറയും എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഫിഗറും കൂടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോട്ടോ ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. കാരണം നിങ്ങൾക്കിനി എന്തെങ്കിലും കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, കൗണ്ട് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്ററൊക്കെ ഉണ്ട്. പിന്നെ ബസ് ബഫർ, കൺട്രോൾ ലോജിക്ക്, നമ്മുടെ ബസ് റിക്വസ്റ്റ്, ഇതാണ് ബസ് ഗ്രാൻഡ്. ഇതൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള BR, BG, ഇൻറ്ററപ്റ്റ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് നമ്മളുടെ DMA ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യും, IO ഡിവൈസസ് സെൻഡ് DMA റിക്വസ്റ്റ്. നമ്മളുടെ ഈ പെരിഫറൽ ഡിവൈസ്, ഇതാണ് നമ്മളുടെ പെരിഫറൽ ഡിവൈസ്. ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യും DMAക്ക്. അത് താഴെയുള്ള റിക്വസ്റ്റ്, അതെനിക്ക് പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ലാസ്റ്റ് ഉണ്ട് DMA റിക്വസ്റ്റ് എന്നിട്ട് ആ DMA റിക്വസ്റ്റ് ആർക്ക് പാസ് ചെയ്യും, നമ്മളുടെ കൺട്രോളർക്ക് പാസ് ചെയ്ത് കൊടുക്കും DMA റിക്വസ്റ്റ്. പിന്നെ തിരിച്ച് കിട്ടുന്ന അക്നോളജാണ് ഇത്. കണ്ടോ, ആരോ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അക്നോളജ് കൊടുക്കണം. അതിന് താഴെ കാണുന്ന എനിക്ക് അങ്ങോട്ട് പോയിൻ്റ് ചെയ്യാൻ കാണില്ല. അതാണ് DMA റിക്വസ്റ്റ്. ആദ്യം നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്തു. ദെൻ DMAC. എന്താണ് DMAC? നമ്മൾ പറഞ്ഞ മാനേജർ, നമ്മുടെ ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ BR ലൈൻ ആക്റ്റീവ് ആക്കി കൊടുക്കും. ഇതാണ് BR ലൈനിൻ്റെ താഴെയുണ്ട്. ഈ താഴെയുള്ളതാകുമ്പോൾ നമുക്കത് പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല.
എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എനിവേ DMAC എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോളർ BR ലൈൻ ആക്റ്റീവ് ആക്കും, CPU റെസ്പോണ്ട് വിത്ത് BG ലൈൻ. അപ്പോൾ BR ആക്റ്റീവ് ആക്കിയാൽ നമ്മുടെ CPU എന്ത് ചെയ്യും, BG വെച്ചിട്ട് തിരിച്ച് റെസ്പോണ്ട് കൊടുക്കും. അയ്യോ, ഇവിടെ ആരോലും മിസ്റ്റേക്ക് ഇല്ലല്ലോ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തി DMAC BR ലൈൻ ആക്റ്റീവ് ആക്കി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. CPU BG ലൈൻ വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. ദെൻ DMAC സെൻഡ് DMA അക്നോളജ് ടു ദ IO ഡിവൈസസ്. നമ്മുടെ DMAC എന്ത് ചെയ്തു, IO ഡിവൈസിന് അക്നോളജ്മെൻറ്റ് കൊടുത്തു. യെസ്, ഇറ്റ് ഈസ് റെഡി. നമുക്കിനി എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്ന് ഇൻഫോം ചെയ്തു. IO ഡിവൈസസ് പുട്ട് എ വേർഡ് ഇൻ ദ ഡാറ്റാബേസ് ഫോർ മെമ്മറി റൈറ്റ് ഓർ റിസീവ് ഫോർ ദ വേർഡ് ഫ്രം ദ ഡാറ്റാബേസ്. അപ്പോൾ അവർക്ക് പെർമിഷൻ കിട്ടിയല്ലോ IO ഡിവൈസിന്. അപ്പോൾ IO ഡിവൈസിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, മെമ്മറി പോയിട്ട് വേണമെങ്കിൽ അഡ്രസ്സ് ബസ് പോയിട്ട് എന്ത് ചെയ്യാം, വേർഡ് റീഡ് ചെയ്യാം, വേർഡ് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പെർമിഷൻ കൊടുത്തു. DMAC റൈറ്റ് ഡാറ്റ ടു ദ അഡ്രസ് സ്പെസിഫൈഡ് ബൈ ദ അഡ്രസ് രജിസ്റ്റർ. ഈ DMAC എന്ത് ചെയ്യും, അഡ്രസ്സ് രജിസ്റ്ററിൽ പോയിട്ട് ഡാറ്റ DMAC ആയിട്ട് അപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ട്. കാരണം DMAC ആണല്ലോ അതിൻ്റെ മാനേജർ. ഈ DMAC എന്ത് ചെയ്യും, ഡാറ്റ ഏത് അഡ്രസ് രജിസ്റ്ററിലാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചാൽ അതിനനുസരിച്ച് റൈറ്റിംഗ് നടത്തും. കാരണം ഇതാണ് നമ്മളുടെ DMAൻ്റെ മാനേജർ. ഇതിൻ്റെ മാനേജർ ഇതാണ്. ഓക്കെ. ദെൻ ഇൻക്രിമെൻറ്റ് അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ അഡ്രസ് രജിസ്റ്ററിൽ എന്ത് ചെയ്യും, ആദ്യം ഒരു ഡിസൈഡ് ലൊക്കേഷനിൽ എന്ത് ഡാറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അത് ചെയ്യും. എന്നിട്ട് അഡ്രസ് രജിസ്റ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഡാറ്റ സ്റ്റോർ ചെയ്യും. ഏതുവരെ, അവർക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ട വരെ. വേർഡ് കൗണ്ട് രജിസ്റ്റർ 0 ആകുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, വേർഡ് കൗണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര നമ്പർ ഓഫ് വേർഡ്സിന് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 0 ആവുക മീൻസ് എന്താണ്, അതിലുള്ള വാല്യൂസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വാല്യൂസ് ഇല്ലല്ലോ. അപ്പോൾ 0 ആകും. അതുവരെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. വേർഡ് കൗണ്ട് രജിസ്റ്റർ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴൊക്കെയാണ് നമ്മളിത് ചെയ്യുക. DMAC ചെക്ക് ദ DMA റിക്വസ്റ്റ് ഫ്രം ദ IO ഡിവൈസസ്. അപ്പോഴേക്കും എന്ത് ചെയ്യും, ഈ കൺട്രോളർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും DMAന്ന് IO ഡിവൈസിൽ നിന്ന് DMA റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. ഏതുവരെ, വേർഡ് കൗണ്ടർ 0 ആയാൽ പിന്നെ അങ്ങനെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആയി. If there is no request, DMA disable BR line so that CPU continues to execute its own program. അതല്ല ഇനി ഒരു തരത്തിൽ ഇപ്പോൾ കീബോർഡിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു വെരി സ്ലോ ആണ്, അവിടെ സൈക്കിൾ സ്റ്റീലിംഗ് ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിക്വസ്റ്റ് ഒന്നും വരുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ടൈമിൽ വെറുതെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, BR ഡിസേബിൾ ആക്കി വെക്കും, CPU അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. വെൻ പെരിഫറൽസ് റിക്വസ്റ്റ് അനദർ ട്രാൻസ്ഫർ. പെരിഫറൽസിന് വേറെ എന്തെങ്കിലും ട്രാൻസ്ഫർ പാസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കീബോർഡിൻ്റെ കേസൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് അടുത്ത വേർഡ് വരിക. അങ്ങനെ ആകുമ്പോൾ DMA റിക്വസ്റ്റ് പ്ലസ് അഗെയിൻ. അപ്പോൾ വെറുതെ CPU-നെ ഐഡിയലാക്കി ഇട്ട് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, സ്ലോ ആണ് കേസുകളിലൊക്കെ എന്ന് വെച്ചാൽ വേറെ ഒന്നും റിക്വസ്റ്റ് വരാത്ത കേസിൽ CPU അതിൻ്റെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ വീണ്ടും നമ്മുടെ പെരിഫറൽസ് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ മാത്രം അതിന് DMA-നെ പിടിച്ചിട്ട് ആക്റ്റീവാക്കി മാറ്റും. വേർഡ് കൗണ്ട് രജിസ്റ്റർ ഈക്വൽ ടു 0 ആയി മീൻസ് എന്താണ്, അതിലുള്ള കംപ്ലീറ്റ് ആയി പ്രോസസ്സ്. DMA സ്റ്റോപ്സ് ഫർദർ ട്രാൻസ്ഫർ ആൻഡ് റിമൂവ്സ് BR. DMA-ൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, BR-നെ ഓഫ് ചെയ്തു. ഇറ്റ് ഇൻഫോം CPU ത്രൂ EOT ഇൻറ്ററപ്റ്റ്. എൻഡ് ഓഫ് ദി ട്രാൻസ്ഫർ ഇൻറ്ററപ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു. അതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇൻറ്ററപ്റ്റ്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ജസ്റ്റ് ഫോട്ടോ എടുത്താണ്. അപ്പോൾ ക്ലിയർ കുറവ് ചെറിയൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇതാണ് IO ഡിവൈസസ് റിക്വസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. DMA റിക്വസ്റ്റ് പാസ് ചെയ്തു, DMA അക്നോളജ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് അവരുടെ ബസ് CPU-നായിട്ട് റിക്വസ്റ്റ് BR CPU-ക്ക് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ CPU എന്ത് ചെയ്തു, ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, റൈറ്റ് റീഡൊക്കെ എനാബിൾ ആക്കി കൊടുത്തു. അപ്പോൾ DMAക്ക് അതൊക്കെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് BG ഓണാക്കിയിട്ടു. എന്നിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ BR എന്ത് ചെയ്തു, ഡിസേബിൾ ആക്കും, BG ഡിസേബിൾ ആക്കും, ഇൻറ്ററപ്റ്റ് പാസ് ചെയ്യും, പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വരച്ച് പഠിക്കേണ്ട ഏത് ഫിഗറാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കൺഫ്യൂഷൻ പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവും. 3 പഠിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ 3 പഠിക്കുക. പക്ഷേ എസ്സേക്ക് ചോദിക്കുകയാണെങ്കിൽ 3 ഫിഗറോ ആവശ്യമുള്ളൂ. എസ്സേക്ക് ഷോർട്ട് എസ്സേ ആണെങ്കിൽ ഇതിലുള്ള DMA കൺട്രോളിൻ്റെ ഫിഗറോ ഏതെങ്കിലും 1 മതി. പിന്നെ 2 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫിഗർ വേണ്ടിയില്ല, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകൾ തന്നെ ക്ലിയർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക. 3 പഠിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ മിനിമം 2 പഠിക്കുക. ഇനി ഒന്നും പഠിക്കാൻ കഴിയത്തിലാണ്, മിനിമം ഒരു ഫിഗറെങ്കിലും പഠിക്കുക കേട്ടോ. കാരണം നമ്മളുടെ COIൻ്റെ പ്രത്യേകത ഫിഗർ വെച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഓരോ കാര്യം പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ തന്നെ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഓരോ ഫിഗർ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് പറഞ്ഞുതരാൻ ഗൂഗിൾ മീറ്റിലാകുമ്പോൾ ഇത്ര കംഫർട്ട് കിട്ടില്ല. നമ്മുടെ സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ഫിഗർ വെച്ച് നമുക്ക് ഇങ്ങനെ പറയണം. അപ്പോൾ എല്ലാ മിനിമം ഒരു ഫിഗറെങ്കിലും പഠിക്കുക. കാരണം ഫിഗർ ഇൻക്ലൂഡ് ചെയ്താലേ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ COEയിൽ ഫിഗർ തന്നെയാണ്. കാരണം നിങ്ങൾ കുറേ കത്തി വെച്ച് പോയിൻ്റ് ചെയ്താലും ഒരു ഫിഗർ ഉണ്ടെങ്കിൽ അയാളതായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. മറ്റേ ആൾ ചിലപ്പോൾ അതിനേക്കാൾ നല്ല പോയിൻറ്റ്സ് ഇട്ടുണ്ട്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചവറ് പോലെ പോയിൻറ്റ്സ് ഇട്ടുണ്ടാവും അതിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫിഗറിനാണ് പ്രയോജനം. കാരണം ഫിഗർ അറിയുന്ന ആൾക്കാണല്ലോ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ DMA എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.